നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കരയിൽ പൊതുജനങ്ങൾക്ക് നൽകിയിരുന്ന സേവനങ്ങൾ നിർത്തിവെച്ച് കരാർ കമ്പനി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് നിർത്തിയത്. കരാർ കമ്പനിയുടെ പ്രതികാരം ടോൾ പിരിവ് നിർത്തിച്ചതിനെതിരെ. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ നീങ്ങുന്നതായി സൂചന. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ജില്ലയിൽ വീണ്ടും പനിമരണം. മതിലകത്ത് പനി ബാധിച്ച് ചികിത്സയിലിരുന്ന യുവതി മരിച്ചു. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലിരുന്ന യുവതി മരിച്ചു. വീടിന് ചുറ്റും കുടിവെള്ള ടാങ്കുകൾ ഉണ്ടെങ്കിലും കുടിവെള്ളം ലഭിക്കാതെ മാള കുരുവിലശ്ശേരിയിലെ കുടുംബങ്ങൾ. ടാങ്കുകൾ നിറയാൻ മഴ വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയിൽ കുടുംബങ്ങൾ. വാർത്തകളിലേക്ക് വിശദമായി. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിച്ചതിൽ പ്രതികാരം. പൊതുജനങ്ങൾക്ക് നൽകിയിരുന്ന എല്ലാ സേവനങ്ങളും കരാർ കമ്പനി നിർത്തിവെച്ചു. ഹൈക്കോടതി ടോൾ നിർത്തിവെച്ച പശ്ചാത്തലത്തിലാണ് ആംബുലൻസ് സേവനം ഉൾപ്പെടെ നിർത്തിയത്. ടോൾ പുനഃസ്ഥാപിക്കുന്നതുവരെ ഒരു തരത്തിലുള്ള സേവനങ്ങളും നൽകേണ്ടതില്ലെന്നാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ തീരുമാനം. പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ സമയം കൊണ്ട് ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഗതാഗത യോഗ്യമാക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന് പ്രതികാരം എന്നോണമുള്ള നടപടിയാണ് ഇപ്പോൾ കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. റോഡിലെ അറ്റകുറ്റപ്പണികളെല്ലാം കരാർ കമ്പനി പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ടോൾ പിരിക്കുന്നതിന് പകരമായി ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സേവനങ്ങളെല്ലാം നിർത്തിവെക്കുകയാണെന്ന് കമ്പനി അറിയിക്കുന്നു. അപകടം നടന്നാൽ ആംബുലൻസ് സേവനം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കമ്പനി നൽകിയിരുന്നു. ഇനി ഇത്തരം സേവനങ്ങളൊന്നും ഉണ്ടാകില്ല. ന്യൂസ് ഡെസ്ക് TCV. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നതായി സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതായാണ് സൂചന. ബാങ്കിന്റെ ഹെഡ് ഓഫീസിലടക്കം വിവിധ ശാഖകളിൽ പ്രവർത്തിക്കുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. റിസർവ് ബാങ്ക് നേരത്തെ ബാങ്ക് അധികൃതർക്ക് ലാഭകരമല്ലാത്ത ശാഖകൾ പൂട്ടാനും താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനും നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങളാണ് ITU ബാങ്കിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നിക്ഷേപകർക്ക് 6 മാസത്തിലൊരിക്കൽ 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. റിസർവ് ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നൂറുകണക്കിന് നിക്ഷേപകരാണ് ആശങ്കയിലുള്ളത്. ഇരിങ്ങാലക്കുട ITU ബാങ്കിന് മുന്നിൽ നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഇരിങ്ങാലക്കുട കോമ്പാറ സ്വദേശി തേക്കാനത്ത് ഡേവിസ്, ഭാര്യ താണ്ട, മക്കളായ ജിജി, ജിഷ എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഹൃദ്രോഗിയായ ഡേവിസിന് ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാങ്കിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. പ്രവാസിയായിരുന്ന ഡേവിസിന് ലക്ഷങ്ങളുടെ നിക്ഷേപം ബാങ്കിലുണ്ടെന്ന് കുടുംബം പറഞ്ഞു. ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാരേഖകൾ ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ച് നൽകിയെങ്കിലും റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് പണം തരുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു. പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് അധികൃതർ മോശമായാണ് പെരുമാറിയതെന്ന് മകൾ ജിഷ പറഞ്ഞു. പനി ബാധിച്ച് ചികിത്സയിലിരുന്ന യുവതി മരിച്ചു. മതിലകം CK വളവ് പടിഞ്ഞാറ് വശം താമസിക്കുന്ന വടക്കേ അങ്ങാടി തസ്ലിന്റെ ഭാര്യ മെഹറുന്നീസയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലിരുന്ന യുവതി മരിച്ചു. വടക്കേനടയിലെ നാസ് കളക്ഷൻസ് ഉടമ കൊല്ലിയിൽ നിസാറിന്റെ ഭാര്യ ജസ്നയാണ് മരിച്ചത്. 2 ദിവസം മുൻപ് വീട്ടുമുറ്റത്തു നിന്നും പാമ്പ് കടിയേറ്റ ജസ്ന എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുടിവെള്ളത്തിന് ജലനിധി കണക്ഷൻ ഉണ്ടെങ്കിലും ടാങ്കുകൾ നിറയാൻ മഴ വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് മാള കുരുവിലശ്ശേരി ചാമക്കാല റോഡിലെ 4 സെന്റ് വീതമുള്ള സ്ഥലത്തെ 8 കുടുംബങ്ങൾ. തുടർച്ചയായുള്ള മഴയുണ്ടായാൽ മാത്രമേ ഇവിടുത്തെ വീടുകളിലെ എല്ലാ ടാങ്കുകളും നിറയുകയുള്ളൂ. ജലനിധി പദ്ധതിയിലൂടെ വെള്ളം ലഭിക്കുന്നത് മാസത്തിൽ 2 തവണ പോലും ഇല്ലെന്നാണ് ഇവിടുത്തെ താമസക്കാർ പറയുന്നത്. ഉയർന്ന പ്രദേശമായതിനാൽ വെള്ളം കയറുന്നില്ലെന്നാണ് ജലനിധി അധികൃതരുടെ വാദം. ആകെയുള്ള പൊതുകിണറിൽ മഴ മാറിയാൽ വെള്ളം താഴെ പോകും. എല്ലാ കുടുംബങ്ങളിലേക്കും വെള്ളം കോരിയെടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ്. പൈപ്പിൽ വെള്ളം എത്തുമ്പോഴോ അല്ലെങ്കിൽ മഴയുള്ളപ്പോഴോ നിറച്ചുവെക്കാനാണ് ടാങ്കുകൾ കൂടുതലായി വാങ്ങിവെച്ചിട്ടുള്ളത്. പല വീടുകളിലും 10 മുതൽ 15 വരെ ടാങ്കുകളാണ് വീടിന് ചുറ്റുമുള്ളത്. ഇവയെല്ലാം നിറഞ്ഞു കാണണമെങ്കിൽ ശക്തമായ മഴ പെയ്യണം. വേനലിൽ അവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കും. പല വീട്ടുകാരും താമസം മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ്.
വീടിനു ചുറ്റും വെള്ളത്തിന്റെ വലുതും ചെറുതുമായ ടാങ്കുകളാണെന്നും ആകെയുള്ള 4 സെന്റ് സ്ഥലത്ത് വീടൊഴികെയുള്ള ഭാഗത്ത് ടാങ്കുകൾ നിരത്തിവെച്ചിരിക്കുകയാണെന്നും ചേറാട്ട് വീട്ടിൽ വിജി അനീഷ് പറഞ്ഞു. ഞങ്ങൾക്ക് 15 ദിവസം 20 ദിവസമൊക്കെ എത്തിയിട്ടാണ് ഈ മഴക്കാലത്ത് വെള്ളം വരുന്നത്. വീടിന് ചുറ്റും ടാങ്കുകളും കാര്യങ്ങളോ. പക്ഷെ ഇങ്ങനെ നല്ലൊരു വീട് പണിതിട്ട് പോലും നമുക്ക് ആവശ്യത്തിന് പെരുമാറാനോ കൊള്ളാനോ ഒന്നിനൊരു സൗകര്യമില്ല. വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ്. ഈ 15 ദിവസമൊക്കെ വരുമ്പോഴേ മഴക്കാലം അല്ലേ, അവർക്കൊന്ന് ആഴ്ചയിലെങ്കിലും ഒരു വിട്ടൂടെ. ഇതിപ്പോ എത്ര പ്രാവശ്യമാണ് വിളിച്ചൊക്കെ ഓരോന്ന് ചോദിക്കണത് എല്ലാവരോടും. TCV ന്യൂസ് മാള. ഗുരുവായൂരിൽ സ്വകാര്യ ബസിന് നേരെ കോളേജ് വിദ്യാർത്ഥികളുടെ ആക്രമണം. ഗുരുവായൂർ പൊന്നാനി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫർഹാന ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ബസ് ഡ്രൈവർക്കും യാത്രക്കാരായ 2 സ്ത്രീകൾക്കും പരിക്കേറ്റു. ബസിന്റെ ചില്ല് വിദ്യാർത്ഥികൾ തല്ലി തകർത്തു. യാത്രക്കാരുടെ മുഖത്ത് ചില്ല് തറച്ച് രക്തം വാർന്നൊലിച്ചു. രക്തവും ബഹളവും കണ്ട് പരിഭ്രമിച്ചവർ ബസ്സിൽ നിന്നിറങ്ങി മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി. മറ്റൊരു യാത്രക്കാരിയായ കുഴിങ്ങര വേളക്കാട്ട് സിന്ധു, ബസ് ഡ്രൈവർ ഷിജു എന്നിവർക്കും പരിക്കേറ്റു. തൊഴിയൂർ ICA കോളേജിന് സമീപമായിരുന്നു ആക്രമണം. സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നില്ലെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. എന്നാൽ സ്റ്റോപ്പിൽ നിർത്തിയ സമയത്ത് ഒരു സംഘം വിദ്യാർത്ഥികളെത്തി ബസ് തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നെന്ന് ജീവനക്കാർ പറഞ്ഞു. ബസ്സിനുള്ളിൽ കയറി സ്ത്രീകൾ അടക്കമുള്ളവരോട് അസഭ്യം പറഞ്ഞതായി യാത്രക്കാർ പറഞ്ഞു. സംഭവത്തിൽ ഗുരുവായൂർ പോലീസ് കേസെടുത്തു. അവിടെ നിന്ന് ഒരു കുട്ടി വന്നിട്ടാണ് ഇവിടെ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ആ മറ്റുള്ള പിള്ളേർ വന്ന് അവർക്ക് എന്താ പാർട്ടിയും കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി വണ്ടി തടഞ്ഞ് നിർത്തി ഗ്ലാസ് പിടിക്കരുത് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായത്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാനാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. പാവറട്ടി പഞ്ചായത്ത് 7-ാം വാർഡിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AD ടെൻസൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജോസ് വള്ളൂർ, അനിൽ അക്കര, PK രാജൻ, CJ സ്റ്റാൻലി, വിമല സേതുമാധവൻ, OJ ഷാജൻ, സലാം മന്മേനാട് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കർഷക അവാർഡിൽ തൃശൂർ ജില്ലയ്ക്ക് 5 പുരസ്കാരങ്ങൾ. ആദിവാസി ഊരിലെ മികച്ച ജൈവ കൃഷിക്കുള്ള 2ാം സ്ഥാനം അതിരപ്പള്ളി അടിച്ചിത്തൊട്ടി ഉന്നതി കരസ്ഥമാക്കി. 2 ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം. വെള്ളാങ്ങല്ലൂർ സ്വദേശിയായ NS മിഥുൻ കർഷക ജ്യോതി അവാർഡ് കരസ്ഥമാക്കി. കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ പുരസ്കാരം കേരള കാർഷിക സർവകലാശാല കൊക്കോ ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ JS മിനിമോൾക്കാണ്. സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായി വെള്ളാങ്ങല്ലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MK സ്മിതയെ തെരഞ്ഞെടുത്തു. സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് 1ാം സ്ഥാനം നേടി. ഈ മാസം 17-ന് തൃശൂരിൽ നടക്കുന്ന കർഷക ദിനാഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വീണ്ടും വാർത്തകളിലേക്ക്. അഴീക്കോട് മത്സ്യബന്ധന വള്ളത്തിലെ വല കടൽമാക്രികൾ നശിപ്പിച്ചു. വാഗച്ചാർത്ത് എന്ന ഇൻബോർഡ് എഞ്ചിൻ വള്ളത്തിലെ വലയാണ് നശിച്ചത്. കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടയിലാണ് കടൽമാക്രികൾ കൂട്ടത്തോടെ വലയിൽ കയറിയത്. ഏകദേശം 1000 കിലോ വല കടൽമാക്രികൾ കടിച്ചു നശിപ്പിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. വാഗച്ചാർത്ത് എന്ന് പറയുന്ന അഴീക്കോടുള്ള ഒരു വള്ളമാണ്. മത്സ്യബന്ധനത്തിന് പോണ ഇൻബോർഡ് വള്ളമാണ്. മിനിയാന്നാൾ രാവിലെ 10:21 നോർത്തിൽ വലയടിച്ചിട്ട് അതിലാണ് നേരത്തെ അടിച്ചാണ്. പക്ഷെ വല നിറച്ച് കടൽമാക്രിയായിരുന്നു. ഈ കടൽമാക്രി കയറിയിട്ട് അന്ന് രാവിലെ മുതൽ പിന്നെ വരെയും പണിയെടുത്ത് 50-55 ആള് പണിയെടുക്കണതാണ്. ഈ ഇത്ര ആൾക്കാർ അധ്വാനം. അതുകൂടാതെ ഏകദേശം ഒരു 1000 കിലോ വലയുടെയെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വല അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വള്ളം കടലിലിറങ്ങാൻ ഒരാഴ്ചയെടുക്കും. 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വള്ളത്തിൽ ജോലി ചെയ്യുന്ന 45ഓളം തൊഴിലാളികൾക്ക് പണിയില്ലാതാകുകയും ചെയ്തു.
വരന്തരപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വീട്ടുമതിൽ തകർന്നു. കാർ ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥിയായ കല്ലൂർ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വരന്തരപ്പള്ളി റൊട്ടിപ്പടിക്ക് സമീപമായിരുന്നു അപകടം. പട്ടലപ്പറമ്പിൽ രുക്മണിയുടെ വീട്ടുമതിലാണ് തകർന്നത്. മതിൽ ഇടിച്ചു തകർത്ത കാർ കിണറിന്റെ കൈവരിയോട് ചേർന്ന് തടഞ്ഞു നിൽക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജു പട്ടിക്കാട്ടുകാരൻ, ബിന്ദു പ്രിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. യുവാവിനെ ആക്രമിച്ച് 20,000 രൂപ വീതം വില വരുന്ന വാച്ചും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 3 യുവാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം ഇടയാട്ടുമുറി സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ അനുരാജ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശികളായ തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ, വേലാമ്പറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇടയാട്ടുമുറി കിണർ സ്റ്റോപ്പിന് സമീപം 2 ദിവസം മുമ്പായിരുന്നു സംഭവം. കറുകുറ്റി സ്വദേശി ചക്കിയത്ത് വീട്ടിൽ റോബിനെയാണ് കാർ തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിച്ചത്. മാള ചാക്കാട്ടിക്കുന്നിൽ കള്ളുഷാപ്പിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാക്കാട്ടിക്കുന്ന് സ്വദേശി കോനാട്ട് വീട്ടിൽ ജിഷ്ണുവാണ് അറസ്റ്റിലായത്. മടത്തുംപടി മാങ്കുഴിപ്പറമ്പിൽ ശ്യാംകുമാറിനെയാണ് ആക്രമിച്ചത്. മെയ് 20 രാത്രിയിലായിരുന്നു സംഭവം. തുടർന്ന് ഒളിവിലായിരുന്ന ജിഷ്ണുവിനെ വെങ്കിടങ്ങിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. SI-മാരായ KT ബെന്നി, OP അനിൽ, ASI KT ഷീജ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-ന് വേണ്ടി പണിയെടുക്കുന്നു എന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെള്ളറക്കാട് മുക്രിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് CPM-ന്റെ തൊഴിലാളി സംഘടന നടത്തിയ പരിപാടിയിലേക്ക് 18 വാർഡുകളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികളെ പണിക്കിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലുറപ്പ് ഓഫീസർമാർ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതി ഉയർന്നിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് CPM-ഉം പഞ്ചായത്ത് ഭരണസമിതിയും ഓഫീസർമാരും ശ്രമിക്കുന്നുവെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. ഓരോ ദിവസവും തൊഴിലുറപ്പ് പദ്ധതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളുമായി വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും അവരെ ചെയ്യിപ്പിക്കുന്ന ഇവിടുത്തെ CPM-കാരെയും ഈ പഞ്ചായത്തിൽ കയറി വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ ഓഫീസുകളിൽ കയറി വന്ന് പ്രവർത്തിക്കുന്ന പുറത്തുള്ള CPM പ്രവർത്തകരുണ്ട്, ആ നേതാക്കന്മാരുണ്ട്. അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധം ചെയ്യുന്നത്. ഏകദേശം 1000 തൊഴിലാളികൾ ആക്റ്റീവ് പണിക്കാരുള്ള ഈ പഞ്ചായത്തിൽ 2024-25 വർഷത്തിൽ വെറും 216 പേർക്ക് മാത്രമേ 100 പണി നൽകാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനു പുറമെയാണ് ക്രമക്കേടുകളും നിയമലംഘനങ്ങളും നടത്തുന്നത്. പരാതി നൽകിയിട്ടും ഭരണസമിതിയും സെക്രട്ടറിയും നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ BJP-യുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഭിലാഷ്, ധനീഷ് എന്നിവർ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. മതിലകത്ത് നിന്ന് മുള്ളൻ പന്നിയെ പിടികൂടി. മതിലകം പള്ളിക്ക് സമീപത്തെ കടകൾക്ക് മുന്നിൽ പരിക്കേറ്റ നിലയിൽ മുള്ളൻ പന്നിയെ കാണുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ എത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. മത്സ്യം മോഷ്ടിച്ചതിന് കേസ് കൊടുത്തതിലുള്ള വൈരാഗ്യത്തിൽ യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. പനങ്ങാട് ശാന്തിപുരം പള്ളിനട സ്വദേശി ചെന്നറ വീട്ടിൽ ഷിജേഷിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാന്തിപുരം സ്വദേശി ഊളക്കൽ വീട്ടിൽ തൻസീർ, സുഹൃത്തായ വിഷ്ണു എന്നിവർ ചേർന്ന് ബ്രാലത്ത് മത്സ്യകൃഷി നടത്തുന്ന സ്ഥലത്ത് നിന്ന് 3 ലക്ഷം രൂപയുടെ മത്സ്യം മോഷ്ടിച്ചതിന് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. ഗുരുവായൂരിൽ അത്യാധുനിക ആശുപത്രി നിർമ്മിക്കുന്നതിന് 58 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി. ദേവസ്വം കമ്മീഷണറുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടി തുടങ്ങും. തെക്കേനടയിൽ നിലവിലെ ആശുപത്രിയോട് ചേർന്നുള്ള 1.45 ഏക്കർ സ്ഥലത്താണ് അത്യാധുനിക ആശുപത്രി നിർമ്മിക്കുന്നത്. 5 നിലകളിലായാണ് നിർമ്മാണം. ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ ചുമതലയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. മാള പൊയ്യ പഞ്ചായത്ത് അതിർത്തിയിലെ റോഡിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളിയത് തിരിച്ചെടുപ്പിച്ചു. മാള ശങ്കരൻകാവ് റോഡിലാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് ചാക്കുകളാക്കി തള്ളിയത്. ദുർഗന്ധവും നായ്ക്കളുടെ ശല്യവും വ്യാപകമായപ്പോൾ പരിസരവാസിയായ എടാട്ടുകാരൻ ജെഫ് മാള പോലീസിലും പഞ്ചായത്തുകളിലും പരാതി നൽകിയിരുന്നു. ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പർ സഹിതമാണ് പരാതി നൽകിയത്. തുടർന്ന് പോലീസ് വാഹനം പിടികൂടി കേസെടുത്തു. വാഹനം ഓടിച്ച മാള സ്വദേശി ഡേവിസിന് 5000 രൂപ പിഴയടക്കാൻ പൊയ്യ പഞ്ചായത്ത് നോട്ടീസ് നൽകി. അപേക്ഷയിൽ വിവരം നൽകാതിരുന്ന പഞ്ചായത്ത് ഉദ്യോഗസ്ഥന് പിഴയിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. പൊയ്യ പഞ്ചായത്തിലെ മുൻ ഹെഡ് ക്ലർക്ക് VK പ്രഭുവിനോട് 2000 രൂപ പിഴയായി അടയ്ക്കാനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ് ഉത്തരവിട്ടത്.
പൂപ്പത്തി സ്വദേശി ഒറവന്തുരുത്തി വീട്ടിൽ ഓടി മജു നൽകിയ അപ്പീൽ അപേക്ഷയിലാണ് നടപടി. പൊയ്യ പഞ്ചായത്തിലെ ഇരട്ടപ്പടി പറമാട് റോഡിലെ നിർമ്മാണം സംബന്ധിച്ച് മജു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലെ നടപടി സംബന്ധിച്ചായിരുന്നു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നത്. താൽക്കാലികമായ ഒരു വിധിയും ഈ ആഗസ്റ്റ് മാസം 3-ാം തീയതി അന്തിമമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എനിക്ക് വിവരം നൽകാതിരുന്നത് എന്നെ സംബന്ധിച്ച് പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ അന്നുണ്ടായിരുന്ന അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന വിവരാവകാശ കമ്മീഷൻ്റെ അധികാരമുണ്ടായിരുന്ന ആൾക്ക് ഒരു വിധി അന്തിമമായിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയമാനുസൃതം ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. അന്നത്തെ ചുമതലയുണ്ടായിരുന്ന പ്രഭു എന്ന് പറഞ്ഞ വിവരാവകാശ കമ്മീഷണർക്കെതിരായിട്ടാണ് സംസ്ഥാന കമ്മീഷൻ ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ മലപ്പുറം ആലത്തിയൂർ തൃപ്പങ്ങോട്ട് എണ്ണാഴി വീട്ടിൽ പ്രദീപിന്റെ ഓട്ടോറിക്ഷയ്ക്കാണ് തീപിടിച്ചത്. പ്രദീപും കുടുംബവും ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് ദർശനത്തിന് പോയിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട പാർക്കിംഗ് കേന്ദ്രത്തിലെ ജീവനക്കാർ ഉടൻ തന്നെ തീ കെടുത്തുന്ന ഉപകരണം ഉപയോഗിച്ച് തീ കെടുത്തുകയായിരുന്നു. ദർശനത്തിന് പോയ ഓട്ടോ ഉടമയെ ക്ഷേത്രത്തിലെ മൈക്കിൽ അനൗൺസ് ചെയ്ത് വിളിച്ചു വരുത്തി കത്തിപ്പോയ മോട്ടോർ ശരിയാക്കിയ ശേഷം കുടുംബം ഓട്ടോയിൽ തിരിച്ചുപോയി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ചന്ദ്രാപിന്നിയിൽ തെരുവ് നായ കുറുകെ ചാടിയുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ചന്ദ്രാപിന്നി പള്ളിപ്പറമ്പിൽ ഇബ്രാഹിംകുട്ടിക്കാണ് പരിക്കേറ്റത്. പള്ളിയിലേക്ക് പോകുന്നതിനിടെയാണ് ചന്ദ്രാപിന്നി CV സെന്ററിനടുത്ത് ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡിൽ തെരുവ് നായ സ്കൂട്ടറിന് മുന്നിലേക്ക് ചാടിയത്. പരിക്കേറ്റ ഇബ്രാഹിംകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കാഞ്ഞാണി റോഡിൽ മനക്കുടി ചേറ്റുപുഴ പാടത്ത് ടോറസ് ലോറി വഴിയോരത്തെ കടയിലേക്ക് പാഞ്ഞുകയറി. ആർക്കും പരിക്കില്ല. അപകടത്തിൽ തട്ടുകട പൂർണ്ണമായും മറ്റൊരു കട ഭാഗികമായും തകർന്നു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മനക്കുടി സ്വദേശി സണ്ണി, ചാഴൂർ സ്വദേശി അശ്വതി എന്നിവരുടെ കടകളാണ് തകർന്നത്. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരിയിൽ അയൽവാസിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ വീണ പശുവിനെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. കുറ്റൂക്കാരൻ മേരിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലേക്കാണ് അയൽവാസി വർഗീസിന്റെ ഉടമസ്ഥതയിലുള്ള പശു വീണത്. അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ വി രമേശ്, ഉടമ വർഗീസ് എന്നിവർ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി ബെൽറ്റ്, റോപ്പ് എന്നിവ ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു. തൃശൂർ ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സബ് ജൂനിയർ സീനിയർ വിഭാഗം ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടന്നു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ വിന്നേഴ്സ് മുല്ലശ്ശേരി ചാമ്പ്യന്മാരായി. സബ് ജൂനിയർ ബോയ്സ്, സീനിയർ ഗേൾസ്, പുരുഷ വനിതാ വിഭാഗങ്ങളിലെ വിജയികളായാണ് വിന്നേഴ്സ് ക്ലബ്ബ് മുല്ലശ്ശേരി ചാമ്പ്യന്മാരായത്. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന തൃശൂർ ജില്ലാ ടീം അംഗങ്ങളെ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ കാഞ്ഞാണി റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം കാടുപിടിച്ച് കിടന്നിരുന്ന പൊതുക്കിണർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി വൃത്തിയാക്കി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വൃത്തിയാക്കിയത്. ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ, സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവൻ, ഹരിദാസ് ചെമ്മാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൗലോസ് ദ്വിതീയൻ ബാവയുടെ അനുസ്മരണ സമ്മേളനം വെള്ളിയാഴ്ച കുന്നംകുളം ബദനി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് PC സൈമൺ, സെക്രട്ടറി ജിനീഷ് വർഗീസ്, ട്രഷറർ അബ്രഹാം ജോസഫ്, രാജേഷ് ചെറുകുട്ടി, ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് എന്നിവർ പങ്കെടുത്തു.
CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ BJP കയ്യേറ്റ ശ്രമം നടത്തിയെന്നാരോപിച്ച് കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ലോക്കൽ സെക്രട്ടറി UV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. PE ബാബു അധ്യക്ഷത വഹിച്ചു. CK മണികണ്ഠൻ, രമണി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ 9-10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഭരണമാണ് നടക്കുന്നത്. ഭൂരിപക്ഷം വാർഡുകളിലും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ BJP കയ്യേറ്റ ശ്രമം നടത്തിയെന്നാരോപിച്ച് എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. TK ശിവൻ, PT ദേവസി, NB ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് NITയിൽ നിന്നും സോളാർ ആസ്ട്രോഫിസിക്സിൽ ചിറ്റാറ്റുകര സ്വദേശി ഡോക്ടർ ജെയിൻ ജേക്കബ് ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ചിറ്റാറ്റുകരയിലെ റിട്ടയർഡ് എഞ്ചിനീയർ പുലിക്കോട്ടിൽ ടോമിയുടെയും റിട്ടയർഡ് അധ്യാപിക മാർഗറ്റ് ടോമിയുടെയും മകനാണ് ഡോക്ടർ ജെയിൻ ജേക്കബ്. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ ശതാബ്ദി വിളംബര പ്രയാണം വെള്ളിയാഴ്ച നടക്കും. തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ ശതാബ്ദി വിളംബര ദീപശിഖ കൈമാറ്റം വികാരി ഫാദർ ജോസഫ് ഒളാട്ടുപുറം നിർവഹിക്കും. വചന ഗ്രന്ഥ പ്രയാണം ഫാദർ ജോയ്സ് റാമ്പിക്കൽ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ സന്ദേശം നൽകും. വികാരി ഫാദർ പോൾ തോമസ് കളത്തിൽ, വിൽഫ്രഡ് പുതുവന, CT ഡെന്നി, CJ തോമസ്, CO ജോസ് എന്നിവർ അറിയിച്ചു. മിന്നൽ വേഗത്തിൽ രൂപം കൊണ്ട തേനീച്ചക്കൂട് ചാലക്കുടി ആനമല ജംഗ്ഷനിൽ മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. തേനീച്ചകളുടെ സംഗമത്തിൽ ഭീമാകാരാവസ്ഥയിലായ കൂട് അഗ്നിശമന വിഭാഗത്തിന്റെ ഇടപെടലിനെ തുടർന്ന് പരിചയസമ്പന്നരായവരുടെ നേതൃത്വത്തിൽ എടുത്തുമാറ്റി. ആനമല ജംഗ്ഷനിലെ ജുമാ മസ്ജിദ് കോംപ്ലക്സിന്റെ മുകളിലെ നിലയിലായിരുന്നു തേനീച്ചക്കൂട് വളർന്നത്. കേച്ചേരി തലക്കോട്ടുകരയിൽ ബൈക്കിന് കുറുകെ നായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. വേലൂർ ആനപ്പാലം സ്വദേശി മേക്കാട്ടുകുളം ആൻഡോയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കരയിൽ പൊതുജനങ്ങൾക്ക് നൽകിയിരുന്ന സേവനങ്ങൾ നിർത്തിവെച്ച് കരാർ കമ്പനി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് നിർത്തിയത്. കരാർ കമ്പനിയുടെ പ്രതികാരം ടോൾ പിരിവ് നിർത്തിച്ചതിനെതിരെ. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ലാഭകരമല്ലാത്ത 3 ശാഖകൾ അടച്ചുപൂട്ടാൻ നീങ്ങുന്നതായി സൂചന. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് ദമ്പതികൾ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ജില്ലയിൽ വീണ്ടും പനിമരണം. മതിലകത്ത് പനി ബാധിച്ച് ചികിത്സയിലിരുന്ന യുവതി മരിച്ചു. കൊടുങ്ങല്ലൂരിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലിരുന്ന യുവതി മരിച്ചു. വീടിന് ചുറ്റും കുടിവെള്ള ടാങ്കുകൾ ഉണ്ടെങ്കിലും കുടിവെള്ളം ലഭിക്കാതെ മാള കുരുവിലശ്ശേരിയിലെ കുടുംബങ്ങൾ. ടാങ്കുകൾ നിറയാൻ മഴ വരുന്നതുവരെ കാത്തിരിക്കേണ്ട അവസ്ഥയിൽ കുടുംബങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.